പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാവരെയും ഒരേപോലെ കുഴപ്പിക്കുന്ന ഒരു കാര്യമാണ് ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ്. ഇടയ്ക്ക് ഗ്യാസ് തീർന്നു പോയാൽ ഉടൻ തന്നെ അടുത്തത് ബുക്ക് ചെയ്യാമെന്ന് കരുതിയാൽ നടക്കില്ല. കാരണം കൃത്യമായ ഒരു ലോക്ക് ഇൻ പീരീഡ് അഥവാ ബുക്കിംഗ് ഇടവേള സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവും കാത്തിരിക്കേണ്ടി വരുന്ന ഈ സാഹചര്യം പലപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്നാൽ സിലിണ്ടർ പെട്ടെന്ന് തീർന്നു പോവുകയും നിങ്ങൾക്ക് ഡബിൾ സിലിണ്ടർ കണക്ഷൻ ഇല്ലാതിരിക്കുകയുമാണെങ്കിൽ ചിലപ്പോൾ ഏജൻസി വഴി നേരിട്ട് അപേക്ഷിച്ചാൽ പ്രത്യേക പരിഗണന ലഭിക്കാറുണ്ട്. ആപ്പുകൾ വഴിയോ വാട്സപ്പ് വഴിയോ ബുക്ക് ചെയ്യുമ്പോൾ നിശ്ചിത ഇടവേള കഴിയാതെ ബുക്കിംഗ് സ്വീകരിക്കില്ല. നിങ്ങളുടെ പ്രദേശത്ത് പൈപ്പ് വഴി ഗ്യാസ് എത്തിക്കാനുള്ള സൗകര്യം ലഭ്യമാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അതിലേക്ക് മാറേണ്ടതാണ്. കണക്ഷൻ എടുക്കാൻ തയ്യാറായില്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ LPG സിലിണ്ടർ വിതരണം നിർത്തലാക്കാൻ കഴിഞ്ഞ മാസം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഉത്തരവിട്ടു. അതായത് പൈപ്പ് ഗ്യാസ് സൗകര്യമുള്ള സ്ഥലങ്ങളിൽ ഇനി സിലിണ്ടറുകൾ അനുവദിക്കില്ല. സാങ്കേതികമായി പൈപ്പ് കണക്ഷൻ നൽകാൻ കഴിയാത്ത വീടുകൾക്ക് മാത്രമേ ഇതിൽ ഇളവ് ലഭിക്കൂ. അതേസമയം ഇന്ധന പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഇൻഡക്ഷൻ സ്റ്റൗ ഉപയോഗം വ്യാപകമാക്കാൻ കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് പാചകവാതക ദൗർലഭ്യം പരിഹരിക്കുന്നതിനാണ് നടപടി. ഇതിനായി പലിശരഹിത വായ്പ നൽകിയേക്കും. ലോകബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് തുടങ്ങിയവയുടെ സഹകരണത്തോടെ ഇതിനായി പലിശരഹിത വായ്പ അനുവദിച്ചേക്കും. പലിശ സബ്സിഡിയായി നൽകാൻ ഈ സ്ഥാപനങ്ങളുടെ സഹായം തേടാനാണ് ശ്രമം. അതോടൊപ്പം ബാങ്കുകളുമായി സഹകരിച്ച് വായ്പാ പദ്ധതി നടപ്പാക്കാനും നീക്കമുണ്ട്. ഇറക്കുമതി കുറയ്ക്കാനും ഊർജ്ജ ആവശ്യം നിറവേറ്റാനും ഇലക്ട്രിക് കുക്കിങ്ങിലേക്കുള്ള മാറ്റം സഹായിക്കും. വായ്പാ സൗകര്യങ്ങൾ, ആഭ്യന്തര ഉൽപാദനത്തിനുള്ള ആനുകൂല്യം, സൗരോർജ്ജ പദ്ധതികളുമായുള്ള സംയോജനം എന്നിവയിലൂടെ മാത്രമേ ഈ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കൂ.